ഹായ് ഫ്രണ്ട്സ്, LDC 2024 വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഉദ്ദേശം. അതുപോലെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക, സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക. ഇതൊക്കെയാണ് വിവരാവകാശ നിയമങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അഴിമതി നിർമ്മാർജ്ജനം, അതുപോലെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അധികാരികൾക്ക് ഉത്തരവാദിത്വവും സുതാര്യതയൊക്കെ ഉറപ്പുവരുത്താൻ സാധിക്കണം. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക, സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക എന്നുള്ളതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് കരുതിയിരിക്കുന്നത്. ഇനി വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമത്തിൽ ഉള്ള അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെയും പറ്റി പ്രതിപാദിക്കുന്നത് 2ാമത്തെ അധ്യായത്തിലാണ്. വിവരത്തിനുള്ള പൊതുജനങ്ങൾക്കുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെയും പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം 2. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം 3. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നത്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന അധ്യായം 4ാം അധ്യായമാണ്. അപ്പം 4ാമത്തെ അധ്യായത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആകെ വിവരാവകാശ നിയമത്തിൽ അധ്യായങ്ങൾ 6 എണ്ണമാണുള്ളത്. അതിൽ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെയും പറ്റി പ്രതിപാദിക്കുന്നത് അധ്യായം 2. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണെങ്കിൽ അത് അധ്യായം 3-ലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്ന അധ്യായം 4-മാണ്. മൊത്തം 6 അധ്യായങ്ങളാണ് ഉള്ളത്. ഇനി വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും അവരുടെ ചുമതലകളും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് അപ്പീലുകൾ സമർപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട പിഴകളെയൊക്കെ പറ്റി പരാമർശിക്കുന്ന അധ്യായം 5ാമത്തെ അധ്യായമാണ്. വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളെയും ചുമതലകളെയും അപ്പീലുകളെയും പിഴകളെയും പറ്റി പരാമർശിക്കുന്ന അധ്യായം 5. അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ് വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം. അത് 31. അധ്യായം നമ്മൾ പറഞ്ഞു 6, വകുപ്പുകളുടെ എണ്ണം 31. അതുപോലെ പട്ടികകളുടെ എണ്ണം 2. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2. അപ്പം നമ്മൾ പറഞ്ഞത് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരവും ചുമതലകളും അപ്പീലുകളും പിഴകളെയും പറ്റി പരാമർശിക്കുന്ന അധ്യായം 5. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 31. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2. ഇനി വിവരാവകാശ നിയമത്തിൽ നമ്മൾ പറഞ്ഞു 2 പട്ടികകളാണ് ഉള്ളത്. അതിൽ 1ാമത്തെ പട്ടികയിൽ കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 1ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് 1ാമത്തെ പട്ടികയിൽ പറയുന്നത്. ഇനി 2ാമത്തെ പട്ടികയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വിവരം ലഭിക്കുകയില്ല. അപ്പോൾ 2ാമത്തെ പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് ഈ വിവരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്, നിഷേധിക്കുന്നത് എന്നുള്ളതാണ് 2ാം പട്ടികയിൽ പറയുന്നത്. അപ്പോൾ മൊത്തം 2 പട്ടികകളാണുള്ളത്. 1ാം പട്ടികയിൽ നമ്മൾ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ. 2ാമത്തെ പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് 2ാമത്തെ പട്ടികയിൽ പറയുന്നത്. ഇനി വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു പൊതു അധികാരിയുടെയോ പൊതു സ്ഥാപനത്തിൻ്റെയോ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കാനുള്ള അവകാശം കിട്ടും. അതുപോലെ തന്നെ അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ അവയിൽ നിന്ന് കുറിപ്പുകൾ എടുക്കുവാനും സാധിക്കും. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ പൗരന്മാർക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഒരു പൊതു അധികാരിയുടെയോ പൊതു സ്ഥാപനത്തിൻ്റെയോ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയിട്ടുള്ള ഏതൊരു രേഖയും പ്രമാണവും പരിശോധിക്കാനും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനും കുറിപ്പുകൾ എടുക്കാനുമുള്ള അവകാശം പൗരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി വിവരാവകാശ നിയമത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ 5 സെഷൻ 5-ലാണ് വിവരാവകാശ നിയമത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രധാനമായിട്ടും 2 ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഒന്നുകിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ
ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 5 ഈ നിയമപ്രകാരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോഡ് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസായിട്ട് ചോദിച്ചിരിക്കുന്നത് 10 രൂപയാണെന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ 10 രൂപ ബാധകമല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ടുന്ന പിഴത്തുക ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ദിവസം 250 രൂപ എന്ന നിരക്കിലാണ്. എന്നാൽ പരമാവധി 25,000 രൂപയിൽ കവിയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ കോഡ് ഫീസ് സ്റ്റാമ്പിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മൂല്യം 10 രൂപയായിരിക്കണം. സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇൻഫർമേഷൻ ഓഫീസർ പിഴ തുക അടയ്ക്കേണ്ടി വരും. ഒരു ദിവസത്തേക്ക് 250 രൂപയും മാക്സിമം പിഴത്തുക എന്ന് പറയുന്നത് 25,000 രൂപയുമാണ്. 25,000-ൽ കൂടാൻ പാടില്ല എന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടാൽ അപ്പീൽ നൽകാനുള്ള ഓഫീസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഓഫീസർക്ക് നമുക്ക് 1-ാം അപ്പീൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിവരാവകാശത്തിന് നമ്മൾ അപേക്ഷിച്ചതിന് ശേഷം നമുക്ക് വിവരം ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് തടസ്സം നേരിട്ടാൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഏത് ഉദ്യോഗസ്ഥനാണോ അദ്ദേഹത്തിന് 1-ാം അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അവിടെ നിന്നും നമുക്കൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2-ാം അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. 2-ാം അപ്പീൽ സമർപ്പിക്കേണ്ട ഉദ്യോഗസ്ഥൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനാണ്. അതുമല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് 2-ാം അപ്പീൽ സമർപ്പിക്കാം. ഇപ്പോൾ 2-ാം അപ്പീൽ സമർപ്പിക്കേണ്ട 2 അതോറിറ്റികളാണ്. ഒന്നുകിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നേരിട്ടാൽ അപ്പീൽ നൽകാൻ സാധിക്കും. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതാണ് 1-ാം അപ്പീൽ. 2-ാമത്തെ അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ്. ഇനി വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങളാണ് കിട്ടുക. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമാണ്. മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപേ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. ഇനി കേന്ദ്ര ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെയൊക്കെ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക കാര്യങ്ങളിൽ കമ്മീഷന് ഈ ഒരു ഏജൻസികളിലും ഇടപെടാം. അത് അഴിമതി, അതുപോലെ മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര ഇൻ്റലിജൻസോ സെക്യൂരിറ്റി ഏജൻസികളോ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ കമ്മീഷൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ചില വിഷയങ്ങളിൽ കമ്മീഷൻ ഇടപെടാൻ സാധിക്കും. അത് അഴിമതി അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇനി 2 കേസുകളാണ് നമുക്ക് നോക്കാനുള്ളത്. വിവരാവകാശം മൗലിക അവകാശമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരാവകാശം മൗലിക അവകാശമായിട്ട്, പൗരൻ്റെ മൗലിക അവകാശമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് കാരണമായ കേസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നാരായൺ കേസാണ്. 1975 വന്ന ഒരു കേസാണ്. വിവരാവകാശം മൗലിക അവകാശമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിക്കാൻ കാരണം ഈ കേസാണ്. സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജ് നാരായൺ 1975. ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം അനുച്ഛേദം 19(1)(a) പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ നിലവിൽ വിവരാവകാശം എന്ന് പറയുന്നത് 19(1)(a) പ്രകാരം ഒരു മൗലിക അവകാശമായിട്ടാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഒരു കേസ് കൂടിയുണ്ട്. അത് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാളുമായിട്ടുള്ള കേസിലാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും ഇനി മുതൽ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കേസാണ് സുപ്രീം കോടതി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേഴ്സസ് സുഭാഷ് ചന്ദ്ര അഗർവാൾ കേസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടെലിഗ്രാം ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡെയിലി PYQs അതുപോലെ നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക്